ഹായ്, ഇന്ന് നമ്മൾ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ പല ആളുകളെയും ബുദ്ധിമുട്ടാക്കുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു അസുഖത്തെ കുറിച്ചാണ്. മൈഗ്രെയിൻ ഹെഡേക്ക്, മൈഗ്രെയിൻ തലവേദനയെക്കുറിച്ച്. എന്താണ് അതിൻ്റെ കാരണം, അതിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്, അതിൻ്റെ ചികിത്സാ രീതികൾ എന്തൊക്കെയാണ്, അതിൽ നമുക്ക് വീട്ടിൽ നിന്ന് ചെയ്യാൻ പറ്റുന്ന പ്രതിവിധികൾ എന്തൊക്കെയാണ് എന്നതിനെക്കുറിച്ച് വളരെ വിശദമായിട്ട് പറയുന്നൊരു വീഡിയോ ആണ്. ഈ വീഡിയോ മുഴുവനായിട്ടും കാണാൻ വേണ്ടി ശ്രമിക്കുക. നമ്മുടെ തലച്ചോറിലെ രക്തക്കൊഴലുകളിലും അതുപോലെ തന്നെ നമ്മുടെ നാഡീവ്യൂഹത്തിലും ഉണ്ടാകുന്ന താൽക്കാലികമായ മാറ്റങ്ങൾ കാരണമായിട്ടാണ് ഈ മൈഗ്രെയിൻ ഹെഡേക്ക് ഉണ്ടാകുന്നത്. ഇത് സാധാരണ തലവേദന പോലെയല്ല. ഇത് വളരെ ശക്തമായ അതികഠിനമായ വേദനയായിരിക്കും ഈ മൈഗ്രെയിൻ ഹെഡേക്ക് ഉണ്ടാവുക. ഇത് ചില സമയത്ത് മണിക്കൂറുകളോ അല്ലെങ്കിൽ ദിവസങ്ങളോ നീണ്ടു നിൽക്കുന്ന രീതിയിലുള്ള വേദനയായിരിക്കും ഉണ്ടാവുക. ഇനി മൈഗ്രെയിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ഇതിന്റെ വേദനയുടെ ഒരു പ്രത്യേകത എന്തെന്ന് വെച്ചാൽ, ഒന്നെങ്കിൽ ഒരു ഭാഗത്ത് ഒരു വൺ സൈഡ് ആയിട്ട് വരും, അല്ലെങ്കിൽ ഇരുവശങ്ങളിലായിട്ടും വരും. ഇതിന്റെ വേദന വളരെ കഠിനമായിരിക്കും. എന്തെങ്കിലും ഒരു സാധനം തലയ്ക്കകത്ത് തുളച്ച് കയറുന്ന രീതിയിലുള്ള വേദന, അല്ലെങ്കിൽ മിടിക്കുന്നത് പോലുള്ള വേദന, ഈ രണ്ട് രീതിയിലായിരിക്കും ഇതിന്റെ ഒരു പെയിൻ ക്യാരക്ടർ എന്ന് പറയുന്നത്. പലർക്കും തലവേദനയുടെ കൂടെ ഓക്കാനം, ഛർദി പോലുള്ള ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. വെളിച്ചത്തോടും ശബ്ദത്തോടും സഹിക്കാൻ പറ്റാത്ത അവസ്ഥ, വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള അവസ്ഥ. ഈ വെളിച്ചവും ശബ്ദമൊക്കെ കേൾക്കുന്ന സമയത്ത് ഈ വേദന ഉള്ള ആളുകൾക്ക്, ഈ പേഷ്യൻസിന് അസ്വസ്ഥത ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ചില ആളുകൾക്ക് തലവേദന തുടങ്ങുന്നതിന്റെ തൊട്ട് മുമ്പായിട്ട് കണ്ണിൽ ചെറിയ മിന്നൽ പോലെ, അല്ലെങ്കിൽ വരകൾ പോലെ, അല്ലെങ്കിൽ എന്തെങ്കിലും കാഴ്ച മങ്ങുന്നത് പോലെയുള്ള ഒരു സെൻസേഷൻ, ഒരു ഫീലിംഗ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഇതാണ് ഓറ എന്ന് പറയുന്നത്. ഇതെല്ലാവർക്കും ഉണ്ടാവണമെന്നില്ല. ചില ആളുകൾക്ക് തലവേദനയുടെ തൊട്ട് മുമ്പായിട്ട് ഇത്തരം അനുഭവങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഈ അനുഭവങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അവർക്ക് ഏകദേശം തലവേദന വരുമെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഇതിന് വളരെ പ്രധാനപ്പെട്ട ഒരു ലക്ഷണമാണ് ക്ഷീണം അനുഭവപ്പെടുക എന്നുള്ളത്. തലവേദന വന്നു പോയതിനു ശേഷം നല്ല ക്ഷീണം അനുഭവപ്പെടും. ഇനി ഇതിന്റെ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു എക്സാക്റ്റ് ഇതാണ് ഇതിന്റെ കാരണമെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ലെങ്കിലും ചില കാര്യങ്ങൾ ഈ തലവേദന ഉള്ള ആളുകൾക്ക് കൂട്ടാനും തലവേദന ഉണ്ടാവാനും സാധ്യതയുണ്ട്. അതിൽ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. അതിൽ വളരെ പ്രധാനപ്പെട്ടതാണ് പാരമ്പര്യം എന്നുള്ളത്. പാരമ്പര്യത്തിൽ തലവേദന ഉള്ള ഈ മൈഗ്രെയിൻ്റെ പ്രശ്നമുള്ള ആളുകളാണെങ്കിൽ അവരുടെ മക്കൾക്കും അല്ലെങ്കിൽ മക്കളുടെ മക്കൾക്കൊക്കെ ഈ ഒരു മൈഗ്രെയിൻ്റെ പ്രശ്നം വരാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ മാനസികമായ സമ്മർദ്ദമുള്ള ആളുകൾ, സ്ട്രെസ് ഉള്ള ആളുകൾക്ക് ഈ സ്ട്രെസ് ഇതിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു കാരണമായിട്ട് പറയപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ എന്തെങ്കിലും രീതിയിലുള്ള, പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് ആർത്തവ സമയത്ത് അല്ലെങ്കിൽ ഗർഭകാലത്തൊക്കെ ഉണ്ടാകുന്ന ഹോർമോൺ ചേഞ്ചസ് കാരണം, ഹോർമോണുകളുടെ വ്യതിയാനങ്ങൾ കാരണം ഈ മൈഗ്രെയിൻ ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഉറക്കമില്ലായ്മ ഇതിന്റെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാരണമാണ്. അതുപോലെ തന്നെ അന്തരീക്ഷത്തിലുണ്ടാകുന്ന, കാലാവസ്ഥയിലുണ്ടാകുന്ന മാറ്റങ്ങൾ കാരണമായിട്ട് ഈ മൈഗ്രെയിൻ വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ ചോക്ലേറ്റ്, ചീസ്, കോഫി, മദ്യം പോലുള്ള ചില ഭക്ഷണങ്ങൾ കഴിച്ചു കഴിഞ്ഞാൽ ചില ആളുകൾക്ക് മൈഗ്രെയിൻ തലവേദന ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ പെർഫ്യൂമുകളുടെ അതിശക്തമായിട്ടുള്ള ഗന്ധം, സ്മെല്ല് കിട്ടുന്ന സമയത്ത്, അല്ലെങ്കിൽ എന്തെങ്കിലും രാസവസ്തുക്കളുടെ സ്മെല്ല്, ഇതൊക്കെ ചില ആളുകൾക്ക് മൈഗ്രെയിൻ ഉണ്ടാക്കാനുള്ള വളരെ പ്രധാനപ്പെട്ട, ഈ മൈഗ്രെയിൻ ട്രിഗർ ചെയ്യുന്ന ഫാക്ടറായിട്ട് നമുക്ക് പറയാൻ പറ്റും. ഇനി ഇതിന്റെ ചികിത്സയിലേക്ക് വരുമ്പോൾ മൈഗ്രെയിന് വളരെ നല്ല ചികിത്സ ഇന്ന് ലഭ്യമാണ്. പ്രത്യേകിച്ച് ഹോമിയോപ്പതിയിൽ വളരെ നല്ല ചികിത്സ ഈ മൈഗ്രെയിൻ ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. കുറച്ചു കാലം മരുന്ന് കഴിച്ചു കഴിഞ്ഞാൽ മൈഗ്രെയിൻ നമുക്ക് പൂർണ്ണമായി മാറ്റിയെടുക്കാൻ സാധിക്കും. ഇനി നമുക്ക് മൈഗ്രെയിനെ തടഞ്ഞു നിർത്താൻ, അല്ലെങ്കിൽ മൈഗ്രെയിൻ്റെ വേദന കുറക്കാൻ നമുക്ക് വീട്ടിൽ നിന്ന് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളത് നോക്കാം. കൃത്യമായ ഉറക്കം, ആരോഗ്യകരമായിട്ടുള്ള ഭക്ഷണം, അതുപോലെ തന്നെ മാനസിക സംഘർഷം കുറക്കുക, ദിവസവും വ്യായാമം ചെയ്യുക എന്നീ കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഒരു പരിധിവരെ നമുക്ക് മൈഗ്രെയിൻ ഹെഡേക്ക് പിടിച്ചു നിർത്താൻ സാധിക്കും. ഇഞ്ചി ചായ കുടിക്കുന്നത് വളരെ നല്ലതാണ്. അല്ലെങ്കിൽ വേദനയുള്ള സമയത്ത് ചെറിയ കഷ്ണം ഇഞ്ചി എടുത്ത് ചവക്കുന്നത് വളരെ നല്ലതാണ്. വേദന പെട്ടെന്ന് കുറക്കാൻ വേണ്ടി ഇത് സഹായിക്കാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ മെഗ്നീഷ്യം കൂടുതലായിട്ട് അടങ്ങിയിട്ടുള്ള പച്ചക്കറികൾ, പഴങ്ങൾ, അതുപോലെ തന്നെ നട്ട്സുകൾ, സീഡ്സുകൾ ഒക്കെ കഴിക്കുന്നത് ഇതിന്റെ വേദന കുറക്കാനും മൈഗ്രെയിൻ്റെ ആ ഒരു തോത് കുറക്കാനൊക്കെ സഹായിക്കുന്നതാണ്. വേദന ഉള്ള സമയത്ത് തണുത്തതോ ചൂടുള്ളതോ ആയുള്ള ഒരു തുണിക്കഷ്ണം എടുത്ത് നെറ്റിയിൽ വെക്കുന്നത് ഒരു വേദന താൽക്കാലികമായി കുറക്കാൻ വേണ്ടി ഒരു പക്ഷേ സഹായിച്ചേക്കാം. അതുപോലെ തന്നെ ഹൈഡ്രേറ്റഡ് ആയി നിൽക്കുക എന്നുള്ളത്, വെള്ളം മിതമായ ആവശ്യമാത്തിന് അളവിന് കുടിക്കുന്നത് ഈ മൈഗ്രെയിൻ ഒരു പരിധിവരെ കുറക്കാൻ വേണ്ടി നമ്മളെ സഹായിക്കും. ഇതൊക്കെയാണ് മൈഗ്രെയിനെ കുറിച്ച് പറയാനുള്ളത്. മൈഗ്രെയിൻ എന്ന് പറയുന്നത് സാധാരണ തലവേദനയല്ല. ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക, മൈഗ്രെയിൻ ആണെന്ന് വിചാരിച്ച് പല കാരണങ്ങൾ കൊണ്ടും തലവേദന വരാം. ബി പി കൂടുന്ന സമയത്ത് വരാം, മറ്റ് പ്രശ്നങ്ങൾ കൊണ്ട് വരാം, തലയിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ വരാം. ഒരുപാട് കാരണങ്ങൾ കൊണ്ട് തലവേദന വരാം. എല്ലാ തലവേദനയും മൈഗ്രെയിൻ ആണെന്ന് തെറ്റിദ്ധരിക്കുകയും ചെയ്യരുത്. നിങ്ങൾക്ക് എന്തെങ്കിലും ലക്ഷണങ്ങളോ തലവേദന വിട്ടുമാറാത്ത തലവേദന ഉണ്ടെങ്കിൽ
നിങ്ങൾ തീർച്ചയായിട്ടും ഒരു ഡോക്ടറെ കണ്ട് അത് മൈഗ്രെയിൻ ഹെഡേക്ക് ആണോ അല്ലെങ്കിൽ അത് മറ്റെന്തെങ്കിലും ഹെഡേക്ക് ആണോ എന്ന് വേർതിരിച്ച് മനസ്സിലാക്കൽ വളരെ അത്യാവശ്യമാണ്. എന്നിട്ട് അതിനനുസരിച്ചിട്ടുള്ള ട്രീറ്റ്മെന്റ് ആണ് ആ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം നിങ്ങൾ ചെയ്യേണ്ടത്. അല്ലാതെ നിങ്ങൾ തന്നെ സ്വയം അത് മൈഗ്രെയിൻ ആയിരിക്കും അല്ലെങ്കിൽ അത് മറ്റെന്തെങ്കിലും ആയിരിക്കും എന്ന് നിങ്ങൾ തന്നെ സ്വയം ഡയഗ്നോസ് ചെയ്ത് നിങ്ങൾ തന്നെ സ്വയം ചികിത്സിച്ചു കഴിഞ്ഞാൽ അതൊരു പക്ഷേ വലിയ കോംപ്ലിക്കേഷൻസിലേക്ക്, വലിയ ആപത്തിലേക്ക് അത് കൊണ്ടെത്തിക്കുമെന്നുള്ളതാണ്. അതുകൊണ്ട് ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം ചികിത്സിക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ലക്ഷണങ്ങൾ നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ഒരു അടുത്തുള്ള ഡോക്ടറെ കാണാൻ വേണ്ടി ശ്രമിക്കുക. നിങ്ങൾക്ക് ഇതുമായി എന്തെങ്കിലും സംശയങ്ങളോ മറ്റോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമന്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. ഇതൊരു വിഷയമായി വീണ്ടും കാണാം. താങ്ക് യു.